ഹലോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോകാറുണ്ട്. നമ്മൾ ഊണൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത മീനൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ഹോട്ടലിൽ പോയ സമയത്ത് ഇങ്ങനെ വറുത്തത് വാങ്ങിയപ്പോൾ നമ്മൾ ചൂരയാണ് കേട്ടോ വാങ്ങിച്ചത്. നെയ്മീൻ ചൂരയായിരുന്നു. അപ്പോഴത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തതാണ് വാങ്ങിച്ചത്. അതിപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മീൻ കറി വെക്കുമ്പോഴാണെങ്കിലും അതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് വറുത്ത് തരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം അതുപോലെ കട്ട് ചെയ്യണം. സാധാരണ നമ്മൾ ചൂര വാങ്ങുമ്പോൾ നമ്മളിത് ഇങ്ങനെ മുള്ള് നടുക്ക് നിർത്തിക്കൊണ്ട് മുകളിലെ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ഇങ്ങനെ ചിത്തി എടുത്തിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയാണ് നമ്മൾ സാധാരണ വീട്ടിൽ കറി വെക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മീൻ കിട്ടിയപ്പോൾ എനിക്കൊരാഗ്രഹം അതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ പിച്ചാത്തി ഭയങ്കര ശോകമായിരുന്നു ഗൈസ്. അത് മുറിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. നല്ല മൂർച്ചയുള്ളൊരു കത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമാണ് ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോഴും കറി വെച്ച് കഴിക്കുമ്പോഴും നമ്മളിങ്ങനെ കറി കോരി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. കുറച്ച് ഞാൻ കറി വെച്ചിട്ടുണ്ട്, കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫ്രൈ ചെയ്യുന്ന കാണിക്കാം. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. കുറച്ച് വെളുത്തുള്ളിയുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഇത് കാശ്മീരിയും സാധാ മുളക് പൊടി രണ്ടുകൂടെ മിക്സാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, അതുപോലെ നല്ല നമ്മൾ എരിവിനനുസരിച്ചുള്ള കുരുമുളക് ഇത്ര ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ മീൻ കുറേശ്ശെ എടുത്തിട്ട് അതിനകത്തോട്ട് മസാല പുരട്ടുകയാണ്. ഇത് നമുക്ക് മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം, അതായത് 1 മണിക്കൂർ നമുക്ക് എത്ര സമയം ഫ്രിഡ്ജിൽ വെക്കാവോ അത്രയും നല്ലതാണ്. കാരണം ആ എരിവും ആ ഉപ്പും ഒക്കെ അതിനകത്ത് നന്നായിട്ട് പിടിക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ കഴിച്ച സമയത്ത് മീനാണെന്ന് പറയില്ലായിരുന്നു. കാരണം കുറേ സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, അതായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയോടെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 3 തണ്ട് കറിവേപ്പിലേ വെച്ചിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാടൻ കറിവേപ്പിലയാണ്, അതുകൊണ്ട് തന്നെ നല്ല മണമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷേ അത് നന്നായിട്ട് കിളിച്ച് വരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നല്ല ഫ്ലേവറാണ്. ഒരു ചെറിയൊരു തണ്ടിട്ടാലും നല്ല മണമുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ കിടക്കുന്ന ഈ പെട്ടെന്ന് സൈഡിലൊക്കെ കുറച്ച് സമയം എടുക്കും. പക്ഷെ നമ്മൾ ഫോണിൽ കാണുമ്പോൾ, അതായത് വീഡിയോയിൽ കാണുമ്പോൾ മീനിൻ്റെ വലിപ്പം കുറച്ച് കുറവാണ്. പക്ഷേ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ചോറൊക്കെ വിളമ്പിയിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഇത്രയും വലിയ പീസൊക്കെ എടുത്ത് വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. കാരണം നമ്മൾ എന്തായാലും നമ്മൾ കഴിക്കും, പക്ഷേ മീനില്ലാതെ നമുക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം.